യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അച്ഛൻ ഇന്ന് ഒരു എളുപ്പ വഴി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക, ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ നാം എന്താ ചെയ്യേണ്ടത്? അതിനുള്ള ഉത്തരമാണ് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. വചനപ്രകാരമാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രിയമുള്ളവർ, കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല, വിളിക്കണമെന്ന് പറയുന്നില്ല കേട്ടോ, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ, ദൈവഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത്. വിശുദ്ധ മാർഗരറ്റ് മേരി എന്ന വലിയ വിശുദ്ധ പറയുന്നത്, ആരാണ് സ്വർഗരാജ്യത്തിൽ പോകുക? നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മാത്രമല്ല പുണ്യം ഉൾപ്പെടുന്നത്, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും അതിൽ അടങ്ങിയിരിക്കുന്നു. അതായത് പ്രിയമുള്ളവരെ, പറയുക മാത്രമല്ല, പറയുകയും പ്രവർത്തിക്കുകയും അത് ഒരുമിച്ച് പോവുകയും അങ്ങനെ നമ്മുടെ ജീവിതം വഴി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യണം. അത് ദൈവഹിതമാണ്. അപ്പോൾ എന്താണ് ദൈവഹിതം? ദൈവഹിതം എന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടത്തിൽ ഒരാളുടെ മനസ്സ് മാറുക, അതിൽ മാനസാന്തരപ്പെടുക, ഒപ്പം ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ ദൈവത്വങ്ങളിലേക്ക് വരുന്നതും ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ശൂന്യമായ വാക്കുകളിലൂടെയോ വിശ്വാസത്തിൻ്റെ ഉപരിപ്ലവമായ അവകാശവാദത്തിലൂടെയല്ല, ദൈവമായുള്ള യഥാർത്ഥ ബന്ധത്തെ സൂചിപ്പിക്കുന്ന സ്ഥിരവും അനുസരണമുള്ളതുമായ പ്രവൃത്തി. അതാണ് സ്ഥിരമായ പ്രവൃത്തി. വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് പോകുന്ന ഒന്ന്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ദൈവഹിതമായി നമ്മുടെ ജീവിതത്തെ പൊരുത്തപ്പെടാത്തവർ യേശുവിന്റെ നാമത്തിൽ എന്ത് പ്രവൃത്തി ചെയ്താലും അത് നിരസിക്കപ്പെടും. പ്രിയമുള്ളവർ, നിന്റെ നിയോഗങ്ങൾ, ആവശ്യങ്ങളെല്ലാം ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് സമർപ്പിക്കുക. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഈശ്വരാശ്വാസം തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവരാജ്യത്തിൻ്റെ കുറുക്ക് വഴി മറക്കരുതേ.